ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മള് മലേഷ്യ വന്ന് നമ്മുടെ രണ്ടാമത്തെ ഇലക്ട്രിക്കൽ വണ്ടി എടുത്തിരിക്കുന്നു. സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചാ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിക്കോ, പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറക്കിക്കോ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഭയങ്കര വലിയൊരു ജെന്റിങ് ഐലൻഡ്സിന് കോലാലംപൂരിലേക്ക് എത്തി. 45 മിനിറ്റ് ഉള്ളായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വഴി തെറ്റിപ്പോയി 30-40 കിലോമീറ്റർ എക്സ്ട്രാ കറങ്ങി ഇവിടെ എത്തിയപ്പോൾ ലേറ്റായി. കാറിന് ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് ഒരു 700 രൂപ എക്സ്ട്രാ ഫീസിൽ ഒതുക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. എയർബിഎൻബിസ് മലേഷ്യയിലെ വേറെ ലെവലാണ്. ഈ കാണുന്ന റൂം എത്രയാന്ന് ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ ഗസ് ചെയ്യും. കാരണം ഇറ്റ്സ് ജസ്റ്റ് അൺബിലീവബിൾ. ഇത് മോളിലേക്ക് കണക്റ്റഡ് ആണ്. അത് ആലോചിച്ച് നോക്കും. മോളിൻ്റെ മുകളിൽ എനിക്ക് താമസിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതും മലേഷ്യ ഒന്ന് സാധിച്ചു. ഡാഡി എന്തൊരായിരുന്നു യാത്ര. ഡിലേ, അതൊരു റെസിപ്റ്റിന്റെ കുറവായിരുന്നു. അത് കുഴപ്പമില്ല, അതൊക്കെ സോർട്ടായി. പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ കാർഡ് വേണം. അതുകൊണ്ട് ഞാൻ പറയുമ്പോ നിങ്ങളെല്ലാരും ഇറങ്ങിയാൽ മതി. പ്രിയ ബാ. ഇതിന്റെ റിസപ്ഷൻ കണ്ടെത്തൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലാന്ന്. പക്ഷെ റൂം എങ്ങനെ ഉണ്ടാവും? പ്രിയ തള്ളു. തള്ളാൻ പറ്റില്ല. പർച്ചേസിന് മുമ്പേ ആണ്. അത് ഇട്ട ഷൂസ് കിടക്കുന്നോണ്ടാ. 29th ഫ്ലോർ ആണ്. വ്യൂ നോക്ക്. നമ്മള് തന്നെ ചെറുതായി തോന്നുന്നു 29th ഫ്ലോറിൽ വന്നിട്ട് പോലും. അത് നല്ല പൂളാണല്ലോ. വേറെ അപ്പാർട്ട്മെന്റിന്റെ. നമുക്കിവിടെ സ്കൈ റൂഫ് ഒക്കെ ഉണ്ട് പ്രിയ. അതെ, അത് സത്യ. വേറൊരു ബെസ്റ്റ് കാര്യം എന്താ അറിയോ? ഇതിന്റെ 3rd ഫ്ലോറിൽ നിന്ന് നേരെ മോളിലേക്ക് ഷെയ്ഡഡ് വാക്ക് വേ. ആൻഡ് മോളിൽ നിന്ന് നേരെ മെട്രോയും. വേണ്ട. റൂം ടൂർ നിങ്ങൾ കണ്ടിട്ട് റെന്റ് എത്രയാന്ന് ഗസ് ചെയ്യാം കേട്ടാ. കോലാലംപൂരില് സൺവേ വെലോസിറ്റി മോളിന്റെ അടുത്ത് തന്നെയാണ്. സോ ഇത് കോലാലംപൂരിലെ VR റെസിഡൻസ് എന്ന് പറഞ്ഞാണ്. സൺവേ വെലോസിറ്റി VR റെസിഡൻസ്. റൂം കണ്ടിട്ട് റെന്റ് എത്രയാന്ന് പറയണം. മോന് ഇഷ്ടല്ലേ? ഓക്കെ. സോ ഡാഡി ഫുൾ പരിശോധനയാണ്. വാഷിംഗ് മെഷീൻ ഉണ്ട്. ഓക്കെ. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. സോഫ കം ബെഡ് ഉണ്ട്. ഹൈലൈറ്റ് ഇവിടുത്തെ 29th ഫ്ലോറിന്റെ വ്യൂ ആണ്. ട്വിൻ ടവർ കാണാം. എല്ലായിടത്താ. അപ്പൊ KL സെൻട്രലിൽ തന്നെയാണ്. ട്വിൻ ടവറും കാണാം. നമുക്ക് ബാക്കിയുള്ള എല്ലാം അടുത്താണ്. ഐക്യ വരെ അടുത്താണ്. തൊട്ടടുത്ത് ഐക്യ. വാക്കിംഗ് വേണ്ട. പിന്നെ മാസ്റ്റർ ബെഡ്റൂം. അത് ആക്ച്വലി നല്ല വലിയ ബെഡ്റൂം ആട്ടാ. അത് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ശവ ക്യൂബിക്കലൊക്കെ വെച്ച്. ടബ് ഇല്ലാന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ആദ്യമായിട്ടാണല്ലോ. അത് ആദ്യമായിട്ടാട്ടോ ഒരു എയർബിഎൻബിയിൽ അങ്ങനെ കാണുന്നേ. ഓക്കെ. എല്ലാം ഉണ്ട്. എക്സ്ട്രാ പില്ലോസ്, ബ്ലാങ്കറ്റ്സ്, കാർപ്പറ്റ്സ് എല്ലാം ഉണ്ട്. ഉണ്ട്. പിന്നെ ഇവിടുന്ന് എക്സ്ട്രാ നല്ല വ്യൂ ഉണ്ട്. എല്ലാ റൂമും എയർ കണ്ടീഷൻഡ് ആണ്. എന്തൊരു വ്യൂ ആ ബെഡ്റൂം. ഇത് ഞാൻ അതാ ചെയ്യാൻ പോകുന്നത്. നല്ല ഐഡിയ. വാ, ഈ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും എഴുതേക്കും. ഇനി വേറെ ഒരു റൂമും കൂടെ ഉണ്ട്. അതില് ഇതുപോലത്തെ തന്നെ ഒരു ബെഡ്റൂം. കുറച്ചും കൂടെ ചെറുതാന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ എമ്യൂണിറ്റീസും ഉണ്ട്. ഇതല്ലാതെ പൂള്, ജിമ്മ്, മറ്റേ സ്കൈ ഗാർഡൻ എല്ലാം ഉണ്ട്. എത്രയായിരിക്കും റെന്റ്? 2 ബെഡ്റൂമാണ് പെർ ഡേ. മമ്മി 10,000 പറഞ്ഞു. 2 ബെഡ്റൂം ആണ്. ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട്. മോളിലായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാം ഉണ്ട്. 3 ദിവസം ഉണ്ടല്ലോ. മമ്മി പറഞ്ഞതാണ് കറക്റ്റ്. 10,000. 9,800 റുപ്പീസ്. 2,850 രൂപ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. മലേഷ്യ ഇസ് ഇൻക്രെഡിബ്ലി അഫോർഡബിൾ വിത്ത് സച്ച് കൈൻഡ് ഓഫ് ലക്ഷറി. ഇനി നേരെ നമുക്ക് ഇവിടുന്ന് മോളിൽ പോവാം. മോളിൽ പോയി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മോള് ഫുഡ് കഴിച്ചിട്ട് നേരെ നമുക്ക് പ്രിയയുടെ സാധനം വാങ്ങാൻ പോവാം. പ്രിയയുടെ ഒരു മെയിൻ സംഭവം കിട്ടുവാണെങ്കിൽ
ആ സന്തോഷം നോക്കാം സാധനം കിട്ടുന്നത്. സാധനം കിട്ടിക്കഴിഞ്ഞ ഒരു വരവുണ്ട്. ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിങ്ങൾ എന്നെ കാണത്തില്ല. അതെ ദാ വന്നു ദാ പോയി. അതെ അപ്പാർട്ട്മെന്റിൽ നമ്മൾ പാർക്കിങ്ങിലേക്ക് വന്നു. ലിങ്ക് ടു വി ബൊളിവാർഡ് എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് വാക്ക് വേ ആയിരിക്കും മോളിലേക്കോ. അപ്പുറത്ത് മോളാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് പറ്റിയ മോളാണ്. മൊത്തം ഫുഡ് കോർട്ടാണ് ഈ മോളിൽ. മൊത്തം ഫുഡ് കോർട്ടാണ്. മലേഷ്യയിൽ നല്ല ചൂടാണ്. ബൊളിവാർഡ് എന്ന് പറയുന്നത് കേട്ടോ. മൊത്തം ഒരു വാക്ക് വേ ടു ദ മോളാണ്. ഇവിടെ ഓൺലി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്. കൊറിയൻ ബാർബിക്യൂ തൊട്ട് നമ്മുടെ ചൈനീസ് ഒത്തന്റിക് ക്യൂസീൻ വരെ കിട്ടുന്ന സ്ഥലമാണ്. ലവ്ലിനോ എന്തൊരു കൺവീനിയൻറ്റാ. ആൻഡ് മോളിൻ്റെ അകത്തുനിന്ന് നേരെ നമുക്ക് മെട്രോയും കിട്ടും. ബ്രൂ ഹൗസ് ഞങ്ങൾ പോയ കാമറൂൺ ഐലൻഡ്സിൽ, ജെന്റിങ് ഐലൻഡ്സിൽ, ഇപ്പോൾ കോലാലംപൂരിൽ എല്ലായിടത്തും ഉണ്ട്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ പബ്ബായിരിക്കും കേട്ടോ ഇത്. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് മീല് ഞാൻ ഒരു ലൈം ജ്യൂസ് കുടിക്കാൻ കയറിയതാ നമ്മുടെ മിക്സിയിൽ. എനിക്ക് ആദ്യമേ മിക്സി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ വിയറ്റ്നാമിൽ കണ്ടപ്പോൾ. ഇപ്പോൾ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് ബബിൾ ടീ. കിട്ടി. എങ്ങനെയുണ്ട്? ഇവിടെ മാംഗോ ബബിൾ ടീ കഴിച്ച ഓർമ്മയുണ്ടോ? ബാങ്കോക്കിൽ നിന്ന് പ്രിൻസ് ഒക്കെ ആയിട്ട് പോയപ്പോൾ എയർപോർട്ടുള്ള സ്ഥലത്ത് സൂപ്പർ അല്ലേ? അതുണ്ടായിരുന്നു ഇവിടെ. തിരിച്ചു പോകുന്ന വഴിക്ക് കഴിക്കാം. ബബിൾ ടീ ചെറിയ മാളാണ് കേട്ടോ. ചെറിയ മാൾ ഇൻ ദ സെൻസ് ഇവിടുത്തെ മലേഷ്യയിലെ ബാക്കിയുള്ള വലിയ മാൾസ് വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഫുഡിനൊക്കെ ഇഷ്ടംമാതിരി ഓപ്ഷൻസ് ഉണ്ട്. ബ്രാൻഡ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നമുക്ക് അതൊന്നല്ലാതെ ഫുഡ് കഴിക്കാൻ ഏറ്റവും ഈസി ആണല്ലോ ഇവിടെ. മോൾസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റിയ ഓപ്ഷൻസ് കാണും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്ത് തന്നെ താമസിച്ചത്. അല്ല വേദന ഇത് കയറ്റി വിടാൻ പറ്റും തോന്നുന്നു. സ്ലൈഡ് എന്തോ കോൺടെസ്റ്റ് ആട്ടാ. ചിലപ്പോൾ എന്തെങ്കിലും ജയിക്കും. കോട്ട് സൂപ്പറാണ്. നമ്മുടെ ഫേവറേറ്റ് ആൻറ്റി ആൻസ് ഉണ്ട്. അല്ലാതെ ഞാൻ കേട്ടത് ഇവിടെ എൻ്റെ ഫേവറേറ്റ് ഫാസ്റ്റ് ഫുഡ് സ്ഥലമായ ജോളിബി ഉണ്ടെന്നാണ്. ഇനി അതുകൂടെ ഒന്ന് തപ്പട്ടെ. ജോളിബി ഉണ്ട് പ്രിയ. മറ്റേ വിയറ്റ്നാമിലെ സ്പെഗറ്റിയും ചിക്കനും കിട്ടുന്ന സ്ഥലം. അതാണ് എൻ്റെ ഫേവറേറ്റ്. ഇവർക്ക് പറ്റിയ വല്ലതും നോക്കാം. ബ്ലോഗിൽ നിങ്ങൾ ഫാസ്റ്റ് ഫുഡിൻ്റെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ട് കുറഞ്ഞു കാണും. പക്ഷേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഒന്ന് നല്ല ബർഗേഴ്സ്, ലൈക്ക് ഹോം മെയ്ഡ് ബർഗേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല ബർഗർ ജോയിൻസിൻ്റെ, നോട്ട് മക്ഡോണൾഡ്സ് ആൻഡ് ഓൾ. അല്ലെങ്കിൽ ഇത് ജോളിബി. ഐ ലവ് ദ സ്പെഗറ്റി ചീസ് ആൻഡ് ക്രിസ്പി ചിക്കൻ. ദിസ് ഇസ് ലൈക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് കംഫർട്ട് മീൽ. ഇതും ഷേക്ക് ഷാക്കിലെ ഡബിൾ ഷ്രൂം ബർഗറും സൂപ്പർ ടേസ്റ്റാണ്. കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഇങ്ങനെ സ്പെഗറ്റിയും ആ ചീസും അവരുടെ സ്വീറ്റ് സോസ് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു സോസേജ് എടുക്കുക. ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എന്നിട്ട് ഒരു പീസ് ക്രിസ്പി ചിക്കനും എടുക്കുക. ഇവരുടെ ഒരു പക്ക ഒരു ഫിലിപ്പിനോ, ഞങ്ങളൊക്കെ കുവൈറ്റിലുണ്ടാകുമ്പോൾ ഫിലിപ്പൈനോസ് എപ്പോഴും കുറേ കെച്ചപ്പും സോസേജും ഇട്ടാണ് അവരുടെ സ്പെഗറ്റി കഴിക്കുന്നത്. വേറെ ഒന്നുമില്ല. നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ആ ഒരു ഓർമ്മയാണ് ഇത് വന്ന് കഴിക്കുമ്പോൾ. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയും. വെറും സ്വീറ്റ് ടൊമാറ്റോ സോസ് ആൻഡ് നല്ല സ്പെഗറ്റിയും സോസേജും ഭയങ്കര ടേസ്റ്റ്. അതിൻ്റെ ക്രിസ്പി ചിക്കനും കൂടെ വന്നു കഴിയുമ്പോൾ അടിപൊളി സൂപ്പർ മീല. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇവിടെ ലീഗോ സ്റ്റോറി വന്നിട്ട് ഏതോ ലീഗോ പണിയാണ്. ആരാ? ലെഗോ. ലീഗോ അല്ല അല്ലേ? ലെഗോ മാൻ. ഡാഡിയും ഏതും കൂടെ ഇതാണ് പരിപാടി. കോൺടെസ്റ്റ് ഒക്കെ നമ്മുടെ സ്റ്റോറി വെക്കണം. ഇത് കയറിയിട്ട് സ്ലൈഡിൽ കൂടെ അടിയിലേക്ക് വന്നാൽ നമ്മൾ ഫോട്ടോ എടുക്കും. അവർക്കൊരു ഗിഫ്റ്റ്. നല്ല കോൺടെസ്റ്റ്. ആദ്യമായിട്ട് ഇങ്ങനത്തെ കോൺടെസ്റ്റ് ഒക്കെ കാണിക്കുന്നത്. ആ പെണ്ണിന് പേടി. ഞാൻ വേദുവിനെ കയറ്റിയാലേ ഡാഡി, പക്ഷെ 12 വയസ്സിന് മുകളിലായിരിക്കണം. ഡാഡി കയറുവോ? ഞാൻ ഉന്തിത്തരാം, കയറ്റിത്തരാം. ഇതേ വരുന്നു പേടിച്ച്. അയ്യേ പേടിച്ചു പോയി. ഇത് ആ കുട്ടിയുടെ അമ്മയാന്ന് തോന്നുന്നു. ഡാഡി പറഞ്ഞു കേക്ക്. അതിന്റെ മോളിൽ കയറിയിട്ട് താഴെ വരണം, ഫോട്ടോ എടുക്കും. ഒരു ഗിഫ്റ്റ് കിട്ടും. വെറുതെ സ്ലൈഡിൽ വന്നാ മതി. ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതാന്ന് തോന്നുന്നു. കുഞ്ഞിനെടുക്കുന്ന ഒരു മാസത്തെ വിസ്പർ കിട്ടും. എനിക്കൊന്നും വേണ്ട. പ്രിയ പോയി ചെയ്യ് പ്രിയ. വേദുവിന് കയറാൻ പറ്റില്ല. 12 വയസ്സ് മുകളിലായിരിക്കണം. 100 കിലോസ് താഴെ ആയിരിക്കണം. അതെ, മോളെ ലാൻഡ് ചെയ്യുന്നത് ഒരു വെറും പഞ്ഞിമാരിയുള്ള എന്തിനാണ് എനിക്ക് ആ ചെറിയ ഗിഫ്റ്റിന് വേണ്ടിട്ടോ? അയ്യോ, കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. എനിക്കൊന്നും വേണ്ട. ഗപ്പ് കിട്ടും, ഗപ്പ്. പിന്നെ ഗപ്പ്. ഒരു വൈബ് ഇല്ലാത്ത ഒരു സ്ത്രീയായി പോയി ഈ പ്രിയ. ആ കുട്ടിയെ കൊച്ചു കുട്ടിയെ അച്ഛൻ്റെ ഹസ്ബൻഡ് എടുത്ത് ഏൽപ്പിച്ചിട്ട് അത് ഒരു അമ്മ
വട്ടാണോ? പ്രിയ, ഞാൻ അടുത്ത പരിപാടി എന്താണ്? ആ സൂട്ട് കേസിന്റെ പേര് തന്നെ അറിയോ? ഇല്ലല്ല, വാങ്ങുന്ന ഉറപ്പാണോ? ഉറപ്പാണോ? ഓക്കെ. ആ, കാരണം ഇവിടെ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ഉണ്ട് മോളിലേക്ക്. അതുകൊണ്ടാണ് വാങ്ങുന്ന ഉറപ്പാണ്. അതെ, അല്ലെങ്കിൽ വെറുതെ അവിടെ അവർ പോകണ്ടല്ലോ, വേറെ ഒന്നും ഇല്ല അവിടെ. ഉറപ്പാണല്ലോ? ഓക്കെ. കൊണ്ടുപോകാൻ പറ്റിയാലും ആകാംക്ഷയോടെ കാത്തിരിക്കും എന്താ സംഭവം അല്ലേ? നിങ്ങൾ കാണുമ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 3 ലക്ഷത്തി എത്ര സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എല്ലാരും പറയും, പ്രിയ ചേച്ചി ആ സാധനം എവിടെ ഉണ്ട്? അത് മാത്രല്ല, നമ്മുടെ എക്സിബിഷൻ അത് വെച്ചൊക്കെ നടക്കാം. എല്ലാരും ഓർക്കുകയും ചെയ്യും. അതെ, പ്രിയ ചേച്ചി എവിടെ വെച്ച് നിങ്ങൾ കണ്ടാലും അന്ന് പ്രിയ ചേച്ചി ചെയ്തില്ലേ ഓടിയില്ല. അതൊരു സംഭവമാവും. ബ്രാൻഡ് അംബാസിഡർ ആവും ഞാൻ മിക്കവാറും ആവാൻ സാധ്യതയുണ്ട്. ഇറക്കലുണ്ട് കൊച്ചി. അതെ, നമ്മള് അരമണിക്കൂർ ഓടി എത്തിയിരിക്കുന്നത് ഏതോ ഒരു അയോൺ സിറ്റി മോൾ എന്ന് പറഞ്ഞ മോളാണ്. ഇവിടെ നിന്ന് ഇനി പ്രിയ വാങ്ങിയില്ലെങ്കിൽ നോക്കിക്കോ, ഇതിന്റെ 2000 രൂപയുടെ ടാക്സി പൈസയും പ്രിയയുടെ നിന്ന് വാങ്ങുന്നതായിരിക്കും. പ്രിയ, ഇനി ഇവിടുന്ന് വാങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി തരക്കട്ടല്ലോ. ചിലപ്പോ ഞാൻ ഇവിടെ വന്നിട്ട് അത് കണ്ടു കഴിയുമ്പോ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചേ എന്ന് പറഞ്ഞു ടാക്സി തിരിച്ച് ബുക്ക് ചെയ്യാൻ ഞാൻ പറയും. ഞാൻ കൊടുക്കില്ല 2000 രൂപ. അതിനു വേണ്ടി ഞാൻ പെട്ടി വാങ്ങണോ? ആ, വാങ്ങിയേ പറ്റൂ. എന്താ അമ്മി? അതൊന്നും പറയില്ല. എനിക്ക് നല്ല പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടമല്ലേ? ഡാഡി വാങ്ങുന്ന ഒരെണ്ണം ടോം ഫോർഡിന്റെ പെർഫ്യൂം. ആ, ഭയങ്കര മണോ. 24,000 രൂപ. വാങ്ങിക്കോ. വാങ്ങോ ഡാഡി? വേണ്ട. വേണോ ഡോണട്ട്? ഏത് വേണ്ടല്ലോ. ഒരു ബൈറ്റ് അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ നോക്കിക്കോ. എനിക്ക് ഇഷ്ടമല്ലാത്ത സ്വഭാവോ ഇങ്ങനെ എൻ്റെ ഇത് കടിക്കുന്നത്. മോളാട്ടാ, നല്ല കിഡില മോള്, വലിയ തിരക്കില്ല, നല്ല ഹൈ എൻഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ആ പെട്ടിയും കൂടെ കിട്ടിയ ഇഷ്ടംമാതിരി മോൾസാ. പക്ഷെ മോൾസ് അല്ല, ഇത് ഒരു എന്റർടൈൻമെന്റ് അല്ല. കാരണം ഔട്ട്ഡോർ സ്ഥലങ്ങളുണ്ട്, പാർക്സ് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്. അതാണ് ഇവിടുത്തെ മോൾസിന്റെ പ്രത്യേകത. നൈസ്. മോളുണ്ടല്ലോ, IOI മോൾ എന്നാണ് പേര്. ഇതിൻ്റെ അകത്ത് സൂ വരെ ഉണ്ട് ഗൈസ്, ഇൻഡോർ പെറ്റിംഗ് സൂ. അങ്ങോട്ട് കയറിയില്ല ഞങ്ങള്, പക്ഷെ ഇവിടുത്തെ പ്ലേ ഏരിയ അതൊരു സംഭവമാണ് കേട്ടോ, മലേഷ്യ സംഭവമാണ്. ഇത് ഫുൾ ഡേക്ക് 800 റുപ്പീസ് ഫുൾ ഡേ. എന്ത് ക്ലീൻ ആണ്, ഫുൾ ഇതുപോലെ ഒരു സോഫ്റ്റ് കാർപ്പറ്റ് ആണ്. ആൻഡ് വലിയ സ്ലൈഡ്സ്, ഹൗസസ്, ഗെയിംസ്, ഫുൾ ടൈം കെയർ ടേക്കേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനത്തെ വീഡിയോ ഗെയിംസ്, അടിപൊളി സ്ഥലം. ഏത് ഫുൾ ഹാപ്പി. കോസ്റ്റ്യൂംസും ഉണ്ട്. ഇവന് ഫ്രണ്ട്സ് കിട്ടാനാണെങ്കിൽ പാട്, ഭാഷ അറിയില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലേഷ്യയിലും ബാങ്കോക്കൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ആവശ്യമാണ്. കാരണം ചില വെതർ അൺപ്രഡിക്റ്റബിളാണ്. ഉച്ചയ്ക്ക് രാവിലെയൊക്കെ നമുക്ക് കുട്ടികളായിട്ട് വെളിയിൽ പോകാൻ പറ്റില്ല, മിക്കവാറും ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇൻഡോർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അവർ ഹാപ്പി ആയിരിക്കും. ആൻഡ് ഈവനിങ്സ് ആകുമ്പോൾ വെൻ ദ ടെമ്പറേച്ചേഴ്സ് ഡൗൺ നമുക്ക് വെളിയിൽ പോകാം. അതുപോലെ തന്നെ മഴയും എപ്പോൾ വേണമെങ്കിലും പെയ്യാവുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. സോ അതൊക്കെ കൊണ്ട് ഇങ്ങനെ ഇൻഡോറിൽ ഇത്രയധികം ആക്ടിവിറ്റീസും ഇത്രയധികം ഫെസിലിറ്റീസൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര സൗകര്യമാണ് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ. ദിയയുടെയും കൂടെ കുറവുണ്ട് അല്ലേ? പ്രിയൊക്കെ കോഫി കുടിക്കാൻ പോയി. ആ 3 പേര് കോഫി കുടിക്കുന്ന പൈസ മതി എനിക്കൊരു ഷർട്ട് വാങ്ങാൻ. ഇത് മാംഗോയിലാണ്, 70% ഓഫ് ആണ് ഗൈസ്. സോ ഇറ്റ്സ് ലൈക്ക് അറൌണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 7,000 ആ റേഞ്ചിലെങ്ങാണ്ടുള്ള ഒരു ഷർട്ട്. ഇറ്റ്സ് ലൈക്ക് അറൌണ്ട് 2,000 റുപ്പീസ് നൗ. മാംഗോന്റെ ഷർട്ട് ലുക്സ് പ്രിറ്റി നൈസ്, നല്ല ഫിറ്റ്, നല്ല മെറ്റീരിയൽ. സോ ഫുൾ സെയിലാണ് മലേഷ്യയിൽ. അടിപൊളി അല്ലേ? കൊള്ളില്ലേ ഷർട്ട്? ഇതെടുക്കട്ടെ. ഇനി പ്രിയയുടെ സാധനം കിട്ടുമോ ഇല്ലയോ എന്നാണ് ഏറ്റവും വലിയ ഡൗട്ട്. ഞാൻ വേദന ആക്കിയിട്ട് പോയേ, എന്നെ ഇവിടുന്ന് വിളിച്ചു. ഞാൻ വെച്ച് തീർന്നു, അവന് മതിയായിന്ന്. അപ്പൊ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി, ഇവിടെ വന്ന് പരിചയപ്പെട്ടിട്ട് പോയിക്കോളാൻ. ഹായ്. എന്താ എന്താ അതെ, ഫ്രണ്ടിനെ കാണിക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ടിനെ കിട്ടിയാ? ഗുഡ് ഫ്രണ്ട് ആണോ? ഓക്കെ. എന്താ പേര്? The movement of 2 years ആയി കാണും ആന്റിസിപ്പേഷൻ. 2 years ആയി അല്ല ഏകദേശം 2 years ആയി. അത് ഈ ഒരു ഷോപ്പിലാണ് ഞാൻ കണ്ടുപിടിച്ചത്. എയർപോർട്ടിലൊക്കെ കണ്ടു, പക്ഷെ ഫൈനലി അയോൺ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കണ്ടുപിടിച്ചത്. എയർ വീൽ എന്ന് പറഞ്ഞ പെട്ടിയാണ്. ഇപ്പൊ എല്ലാരും ചോദിക്കും എന്താണ് ഈ പെട്ടിയത്. ഈ പെട്ടി എന്താന്ന് ഞങ്ങൾ പയ്യെ കാണിച്ചു തരാം അല്ലേ? അതെ, 50,000 രൂപയുടെ പെട്ടിയാണ്. അതും ചെറിയ പെട്ടി, റിമോവയോ LV പെട്ടി ഒന്നുമല്ല.
പ്രിയ വാങ്ങുമ്പോഴെല്ലാവരും എന്താണ് ഈ ചെറിയ പെട്ടിക്ക് 50,000 രൂപയോ? എന്താണ് കാരണം? നാട്ടിൽ ഞാൻ കണ്ടു 84,000 കണ്ട ഇതിന്. ആമസോണിലും കണ്ടുണ്ട്. 50,000 രൂപ. ഓക്കെ, ഈ സംഭവം എയർവീൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സൂട്ട് കേസ് ആണ്. അലുമിനിയവും എല്ലാം വെച്ച് ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ കാട്ടി സ്പെഷ്യാലിറ്റി പ്രിയക്ക് ഇരുന്ന് പോവാം. 9 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസിൽ ഒരു ചാർജിൽ പോവും. പവർ ബാങ്ക് പോലത്തെ ഒരു ബാറ്ററി ഉണ്ട്. 100 കിലോ വരെ എടുക്കും. പ്രിയ ഇത് ഓടിക്കാനൊക്കെ പഠിച്ച് ഫുൾ നെറ്റ് നോക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് പ്രിയയുടെ ലൈഫ് ലോങ് ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്നത്. ഇരുന്ന് എല്ലായിടത്തും പോവാം. ദൈവം എത്ര വർഷമായി എന്നോട് ചോദിക്കുന്നു ഇത് കിട്ടുമോ ഇല്ലയോ എന്ന്. നടക്കില്ല. അത് കറക്റ്റാ. ഇത് 13 കിലോമീറ്റർ സ്പീഡ് വരെ പോകും. പിന്നെ ഇത് ഫോൺ വെച്ച് ഇത് കണക്ട് ചെയ്യാം. എന്നിട്ട് അല്ലല്ല, ഫോൺ വെച്ച് കണക്ട് ചെയ്താ ഫോൺ പോക്കറ്റിലാണെങ്കിൽ ഇത് വെറുതെ ബാക്കിലിരിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കൂടെ വരും. വലിക്കണ്ട. ഫോൺ എന്റെ പോക്കറ്റിലാണ്. യു ആർ നോട്ട് ദയർ. പെട്ടി കാലിയാണ്. പെട്ടി എന്റെ പുറകെ വരും. ഫോൺ ഫോളോ ചെയ്ത് വരുന്നു. വലിക്കണ്ടെന്ന്. അല്ല, വെയിറ്റ് ഉണ്ടെങ്കിൽ പറ്റില്ല. കാലി പെട്ടി അല്ലെങ്കിൽ പെട്ടിക്കകത്ത് ഡ്രസ്സൊക്കെ ആണെങ്കിൽ പറ്റും. എനിക്കത് കൊച്ചിയിൽ വേറെ ആർക്കും കാണില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് ബ്ലോഗേഴ്സ് ആർക്കും കാണില്ല. നമ്മള് കണ്ടിട്ടില്ല. ലുലു മോളില് പ്രിയ ഇതേ പോതും. സോ ഇത് ആക്സിലറേറ്റർ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്. ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം. പക്ഷെ ഉള്ളി നെഗറ്റീവ് ഈ പെട്ടി ഏകദേശം 8.5 കിലോ ഉണ്ട്. സോ ഇത് വെച്ച് ചിലപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഒരു 1000 രൂപ എക്സ്ട്രാ വാങ്ങുമായിരിക്കും. അത് കുഴപ്പമില്ല, വേർത്താണ് പെട്ടിക്ക്. എത്ര സ്ഥലത്തിന് പോകാൻ കിടക്കുന്നു. മോള് പ്ലാറ്റിനം മോളിൽ കൂടെ ഒക്കെ പ്രിയ തകർക്കും. ദുബായിലൊക്കെ പോയിട്ട് ഞാൻ ദുബായ് മോള് അടിപൊളി. അപ്പൊ എടുക്കാൻ കമ്പൽസറി തീരുമാനിച്ചു. ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കാതെ എല്ലാ എയർപോർട്ടിലും, സ്പെഷ്യലി ദില്ലു ചേട്ടന്റെ കൂടെ നടക്കണമെങ്കിൽ ഈ ഒരു വണ്ടിയില്ല. എയർപോർട്ട്, മോൾസ്, നല്ല ഫുട്പാത്ത്സ് ഉള്ളിടത്തൊക്കെ പറ്റും. ആൻഡ് മലേഷ്യയിലാണ് ഇത് ഏറ്റവും ചീപ്പസ്റ്റ്. അപ്പൊ എടുക്കാലോ. വാറന്റി ഇവിടെ 1 ഇയർ ഉണ്ട്. പിന്നെ മലേഷ്യ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും വന്ന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയാൽ മാറ്റാലോ. ഈ കമ്പനിയുടെ കിട്ടും. പക്ഷെ അത് ആമസോൺ എവിടെ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യാം. അതൊക്കെ പാടാണ്. പറ്റാ ഞങ്ങളുടെ വേദം എന്തെങ്കിലും പറ്റി നമ്മള് മലേഷ്യ വന്ന് നന്നാക്കിയിട്ട് പോകുന്നത്. എന്താ ഇത് ബോക്സിലുള്ളത് തരും. റിവേഴ്സ് ഇത് അമർത്തിയ ഫ്രണ്ടില് ആക്സിലറേറ്റർ, ഇത് അമർത്തിയ ബ്രേക്ക്. ഇത് രണ്ടും അമർത്തിയ എന്താ പറ്റാ അറിയോ? റിവേഴ്സ്. ഓ, ഇനി ഇറങ്ങി അത് പെട്ടി തിരിക്കും പോലും വേണ്ട. ഇതില് വേദുവിനെയും കൂടെ മടിയിൽ വരുത്താൻ പറ്റും. അതാണ് സംഭവം. ഇതിന്റെ വലിയ സൈസും ഉണ്ട്. പക്ഷെ അത് 13 കിലോ. ഇത് കാല് വെക്കാൻ ഇതാ നല്ലത്. അതെ. ഡാഡി ഒന്ന് ഇരിക്കലേടി. ഡാഡി വീഴും. നോക്ക്. ഇലക്ട്രിക് കാറും ഇലക്ട്രിക് പെട്ടി ആലോചിച്ച് നോക്ക്. എല്ലാം ഇലക്ട്രിക് ആയി നമ്മള്. അതെ, അതുകൊണ്ടല്ലോ മതി പ്രിയ. ഇനി വീട്ടിന്റെ അകത്തും ഇതായിരിക്കും ഉപയോഗിക്കുന്നത്. Very easy, yeah. Motor, electric, yeah, like electric car. 600 എണ്ണം വിറ്റിട്ടുണ്ട് ഇതുവരെ. ഇവര് മാത്രം 600 എണ്ണം ഒറ്റ എണ്ണത്തിന് കംപ്ലൈന്റ് വന്നിട്ടുള്ളതാണ്. 600 എണ്ണം വിറ്റിട്ടുണ്ടെന്ന്. 1 വർഷമായിട്ടുള്ളൂ അവർക്ക് ഇത് കിട്ടിയിട്ട്. അടിപൊളി അല്ലേ? ഹാപ്പി. ഇനിയിപ്പോ ഒരുപാട് പേര് വാങ്ങും കേട്ടോ ഇത്, ഉറപ്പാ. പിന്നെ ഒരുപാട് സംഭവം ഉണ്ട് ഇതില്. നമുക്ക് ഇതൊക്കെ കളറൊക്കെ മാറ്റാം. ആപ്പ് നോ? ഇത് ആപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് കളർ മാറ്റാം. ഈ കണ്ണിന്റെ ഒക്കെ കളർ മാറ്റാം. ഇവിടെ ഒക്കെ ലൈറ്റിംഗ് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇതിന്റെ സ്പീഡ് സെറ്റ് ചെയ്യാം. അകത്ത് 20 ലിറ്റേഴ്സ് അത്യാവശ്യം സ്പേസ് ഉണ്ട് കണ്ടോ. അത്യാവശ്യം നമുക്ക് ഒരു വേദുവിന്റെ ഫുൾ പെട്ടിയുടെ സാധനങ്ങൾ ഇതിനകത്ത് വെക്കാവുന്നേ ഉള്ളൂ. അടിപൊളി. അതാണെങ്കിൽ അതും വെക്കാം. ഇനി പ്ലാറ്റിനം മോളിലൊക്കെ ഷോപ്പിംഗ് പോകുമ്പോ ഉണ്ടല്ലോ, പെട്ടി പോവാ, പെട്ടി തുറക്കുക, സാധനങ്ങൾ കയറ്റുക, ഫ്യൂവൽ അടിക്കുന്നതിന് പകരം സാധനങ്ങൾ കയറ്റുക, പിന്നെയും പോവാ. ഓ അടിപൊളി. ഗുഡ് ബൈ. എത്ര കാലമായിട്ട് ഞാൻ ടെല്ലിങ്ങോ വേണം 2 വർഷം.
പക്ഷെ ഞങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് 1.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. എയർപോർട്ടിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിംഗ് പോയപ്പോ കുറെ പേര് ഇതിൽ പോന്നു. മിക്കവരും മലേഷ്യൻസ് ഇവിടെ ഏറ്റവും ചീപ്പ് എന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മള് ചോദിച്ചില്ലേ, ഒരു ഹസ്ബൻഡും വൈഫും കൂടെ 2 പെട്ടി പോയ ഓർമ്മയുണ്ടോ? ആ, രണ്ടുപേരും അതിൽ എന്നിട്ട് റോഡിൽ കൂടെ പോന്നു. ഇത് ബാറ്ററി വെക്കുന്ന എങ്ങനെയാണെന്നൊക്കെ നോക്കുക. അത് എളുപ്പമാണ്. ജസ്റ്റ് നോർമൽ പവർ ബാങ്ക് പോലെയാണ്. നോർമലായിട്ട് വലിക്കാം. ഭയങ്കര ബുദ്ധി തന്നെ ഉണ്ട്. ഇതെന്തോന്നാ? ശരി, ഓക്കെ, സമ്മതിച്ചു. കുറച്ച് പ്രീമിയം കാർഡ്സ് ഒക്കെ ഉണ്ടെന്ന്. അതാണ് ഏറ്റവും പ്രീമിയം. ആ ബില്ല് ചെയ്താലേ അവരെ തുറക്കത്തുള്ളൂ, പെട്ടി തുറക്കാൻ പറ്റുള്ളൂ. ഓപ്പൺ ചെയ്ത് ബോക്സ് ഇട്ടിട്ട് പോവാം. ആ പിന്നെ ബോക്സ് ഒന്നും വേണ്ട. നമ്മളിവിടെ എവിടെ കൊണ്ട് കളയും ബോക്സ്? ഇനി ബോക്സ് എന്തിനാ? അസംബ്ലി ഒന്നും ഇല്ല പ്രിയ. അപ്പോ പ്രിയ സോറി, പൈസ ഇല്ല അക്കൗണ്ടില്. പൈസ ഇല്ല പ്രിയ അക്കൗണ്ടില്. ഓ, എന്ത് വേണം അവർക്കൊരു സന്തോഷം. പെട്ടി പോയി പ്രിയ. ആള് നിക്കുന്നുണ്ട് അടുത്ത്. സൂക്ഷിച്ചു വെക്കണം. എന്താ എന്താ ഇത് ടോയ് അല്ല, അമ്മയുടെ പെട്ടിയാ. പുതിയ കാറിന്റെ മണം പോലെ പുതിയ പെട്ടിയുടെ മണം. ഇത് ആക്ച്വലി ഒരു വണ്ടി വിലയാ, അല്ല ഒരു സ്കൂട്ടറിന്റെ വിലയുണ്ട്. സ്കൂട്ടറിന്റെ വിലയുണ്ട്. അതെ. ആ പിന്നെ സർവീസ് ഒക്കെ ചെയ്യണം കറക്റ്റ് ആയിട്ട്. കാറൊക്കെ വാഷ് ചെയ്യണ ആക്ച്വലി ഒരിക്കൽ പെട്ടി വാഷ് ചെയ്യണമെന്ന്. ഒരിക്കൽ ഇരിക്കാൻ വേണ്ടി കുഷൻ വരെ ഉണ്ട്. ആ സോറി, വേദൂന് ഇരിക്കാൻ വേണ്ടി കുഷൻ വരെ ഉണ്ട്. പിന്നെ എനിക്ക് കിട്ടത്തില്ലെന്ന് മനസ്സിലായല്ലോ. ഒരെണ്ണം വാങ്ങിക്കോ. ഇനി പവർ ബാങ്ക് വെക്കുക, അത്രേ ഉള്ളൂ. വണ്ടി റെഡി. ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിക്കോ, പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറക്കിക്കോ. ഇറക്കിക്കോ. രണ്ടാമത്തെ ഇലക്ട്രിക് വണ്ടി വീട്ടിൽ, മൂന്നാമത്തെ ആക്ച്വലി. പോയിക്കോ. അപ്പൊ അങ്ങനെ പ്രിയയുടെ വേറൊരു ആഗ്രഹം കൂടെ സാധിച്ചിരിക്കുന്നു. ആ അതെ, 2 വണ്ടി 1 വർഷം എടുത്തിരിക്കുന്നു. ഇനി 2 പേരും കൂടെ ഈസി ആയിട്ട് എന്റെ കൂടെ തന്നെ വരാം അല്ലേ? ഇനി ലേറ്റ് ആവില്ല. ഞാനായിരിക്കും ലേറ്റ് ആവുന്നത്. ബാ ബാ ബാ. പോ. കൊള്ളാം. ഓക്കെ. ഫൈനൽ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മയും പെട്ടിയിലിരിക്കുവാണെങ്കിൽ ഞാൻ ഒരു മാംഗോ ഷർട്ടും വാങ്ങി, MLBന്ന് ഒരു തൊപ്പിയും ഒരു കിഡിലൻ ഗ്രീൻ ടീഷർട്ടും വാങ്ങി. ഇപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡ് MLB ആണ്. കാരണം എൻ്റെ ഒരുവിധം എല്ലാം ഈ ടീഷർട്ട് MLB ആണ്. പിന്നെ എൻ്റെ തൊപ്പികൾ മിക്കവാറും MLB ആണ്. ഈ ബാഗ് MLB ആണ്. ഐ ലവ് ദിസ് ബ്രാൻഡ്. സോ എന്തായാലും തിരിച്ച് റൂമിലേക്ക് പോവാണ്. പ്രിയയുടെ ഫൈനലായിട്ടുള്ള ഒരു ഒപ്പീനിയനും കൂടെ എടുക്കാം പെട്ടിയുടെ. അതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല മാഡം. ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം പറ, എങ്ങനെയുണ്ട് പെട്ടി വാങ്ങിയത്? റിഗ്രറ്റ് ഉണ്ടോ? ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് റിഗ്രറ്റ് ഉണ്ടോ? ആണോ? അത്ര പക്ഷെ നമ്മുടെ ട്രാവലിങ്ങിന്റെ ഏറ്റവും ഗുണം നമ്മൾ നടക്കുന്നതാ. അതിപ്പോ പോയി. ആ അതെ. എവിടെയാ? ഉയ്യോ സത്യം, അവിടുത്തെ ഫുട്പാത്തിൽ ഓടിക്കായിരുന്നു. പക്ഷെ ഇതിന്റെ ഏറ്റവും ഉപയോഗിക്കപ്പെടാൻ പോകുന്ന എവിടെയാന്ന് അറിയോ? ജപ്പാനിൽ പോവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും. ആ ജപ്പാനിൽ പോവാണെങ്കിൽ ഒരു ബാറ്ററി പാക്ക് എക്സ്ട്രാ വാങ്ങണം. ആ കാരണം ഒരു ദിവസം എന്തായാലും ഒരു 20 കിലോമീറ്ററാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ ഹാപ്പി ആയല്ലോ, ഞാനും അത്യാവശ്യം ഹാപ്പിയായി. ഓക്കെ, അപ്പൊ നാളെ നമ്മുടെ പർച്ചേസ് വ്ളോഗ് ഫോർ അവർ കാലിക്കറ്റ് എക്സിബിഷൻ അല്ലേ? സെപ്റ്റംബർ 7th and 8th അടിച്ചു പൊളിക്കണം കാലിക്കറ്റ് ആസ്പെൻ ഹാളില്. പ്രിയ പെട്ടിയായിട്ടായിരിക്കും എക്സിബിഷന് വരുന്നത്. പ്രിയ ട്രെൻഡിങ് ആവും. പ്രിയ വെക്കാറ് പെട്ടിയിലായിരിക്കും എക്സിബിഷനിൽ വരുന്നത് കേട്ടല്ലോ. റൗണ്ട് അടിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ആ ഇനിയിപ്പോ ഇവർ രണ്ടും തമ്മിലുള്ള അടിയായിരിക്കും ഞാൻ എപ്പോഴും കാണണ്ടേ.